ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ജനനായകൻ്റെയാണ്. അപ്പം റീസെൻ്റ്ലി മൊത്തം നമ്മുടെ വീഡിയോ നോക്കിക്കഴിഞ്ഞാൽ ജനനായകനാണ്. കാരണം നമ്മുടെ ജനനായകൻ റിലീസിനെത്തുന്നു. അപ്പോൾ ഒത്തിരി അതിൻ്റെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാനുണ്ട്. അപ്പം അതിനെപ്പറ്റിയുള്ള വീഡിയോസാണ് നമ്മൾ റീസെൻ്റായിട്ട് കൂടുതലും ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ജനനായകൻ്റെ കാര്യം പറയാനാണ്. അപ്പം ഒത്തിരി പേർക്ക് സംശയം, ഈ പടം ഇങ്ങനെ അടുക്കാറായി, എന്നിട്ട് ഇതുവരെ സെൻസർ കട്ട് ചെയ്തില്ലേ, അതിൻ്റെ ഏത് സർട്ടിഫിക്കറ്റാണ് വന്നതെന്നൊന്നും ഇതുവരെ അപ്ഡേറ്റ് വന്നിട്ടില്ല ഒഫീഷ്യലായിട്ട്. എന്നാൽ ഇപ്പോൾ വരുന്ന റിപ്പോർട്ട്, അത് മാത്രമല്ല നമ്മുടെ കേരളത്തിൽ ബുക്കിംഗ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. അപ്പോൾ പലയിടത്തും ബുക്കിങ്ങും തുടങ്ങാത്ത തിയേറ്റേഴ്സ് ഉണ്ട്. അതിനെ വെച്ച് നമ്മളൊരു വീഡിയോ ഇന്നലെ ചെയ്തതാണ്. അപ്പം ഇന്ന് ട്രെയിലർ ഇറങ്ങാനിരിക്കുന്നു. അപ്പം എല്ലാം കൊണ്ടും എന്നിട്ടും സെൻസറിൻ്റെ ഒരു ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റ് വന്നിട്ടില്ല. എന്നാൽ ഇപ്പോൾ വരുന്ന റിപ്പോർട്ട് അനുസരിച്ച് നമ്മുടെ ജനനായകൻ എന്ന് പറയുന്ന ദളപതി 1 ലാസ്റ്റ് ടൈം ചിത്രം ഹെവി വയലൻസ് നിറഞ്ഞ ചിത്രമാണ്. നമുക്കറിയാം, ദളപതിയുടെ കരിയറിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ലിയോ ആണ് ഏറ്റവും ഹെവി വയലൻസ്, അത് US സർട്ടിഫിക്കറ്റ് ആയിരുന്നു. അപ്പം നമ്മുടെ ജനനായകന് ഹെവി വയലൻസ്, അതായത് ലിയോയെക്കാട്ടിലും ഹെവി വയലൻസ് നിറഞ്ഞ സിനിമയായിരിക്കും ജനനായകൻ എന്ന അപ്ഡേറ്റ് വരുന്നു. ഏകദേശം ഒരു 7 ഫൈറ്റോളം ഈ സിനിമയ്ക്കകത്തുണ്ട്. അത് കൊട്ടൂര സാധനമാണ് വരാനിരിക്കുന്നത്. അപ്പം സെൻസർ ബോർഡിനുള്ള പ്രശ്നം എന്ന് വെച്ചാൽ, ഒരു വിജയ് പടത്തിന് ഏത് സർട്ടിഫിക്കറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ പേടിച്ചാണ് ഇപ്പം 2 പ്രാവശ്യം അതിൻ്റെ സെൻസറിങ് നടന്നു എന്നുള്ള രീതിയിലാണ് ഇപ്പം റിപ്പോർട്ടുകൾ വരുന്നത്. അപ്പം മിക്കവാറും പടത്തിന് US സർട്ടിഫിക്കറ്റ് തന്നെയാണ് കൊടുക്കാൻ ചാൻസ്. കാരണം നമ്മുടെ ദളപതിയുടെ സിനിമ, എനിക്ക് തോന്നുന്നു റീസെൻ്റ്ലി ഇറങ്ങിയ സിനിമകൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു സിനിമയ്ക്കേ ഉള്ളൂ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകാത്തത്. അല്ലെങ്കിൽ കഴിഞ്ഞ ഗോട്ടൊക്കെ ഇറങ്ങിയപ്പോൾ പടത്തിന് ഇംഗ്ലീഷിലുള്ള പേരാ വിജയ് ചിത്രങ്ങളിൽ വരുന്നത്. ലിയോ ഇറങ്ങിയപ്പോഴും പാട്ടിൻ്റെ പേര് പ്രശ്നം, അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങളുണ്ടായി. എന്നാൽ ജനനായകന് മാത്രമേ ഉള്ളൂ ആ ഒരു പ്രശ്നങ്ങൾ വരാഞ്ഞത്. എന്നാൽ ഇപ്പോൾ സെൻസർ ബോർഡിൻ്റെ ഇതിൽ നിന്നാണ് പ്രശ്നം വരുന്നത്. പക്ഷേ അവരുടെ ഇത് നോക്കിക്കഴിഞ്ഞാൽ അവർ പറയുന്നത് വിജയ് ചിത്രങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, അത് ഒരു പ്രശ്നം ഉണ്ടാകുമെന്ന് എനിക്കങ്ങനെ വലിയതായിട്ട് തോന്നുന്നില്ല. അപ്പം എന്തായാലും കൊടൂര വയലൻസ് നിറഞ്ഞ ചിത്രമായിരുന്നു ജനനായകൻ. അപ്പോൾ കട്ട് ചെയ്തെല്ലാം വരുമ്പോൾ എങ്ങനെ ഇരിക്കുമെന്ന് നമുക്കറിയത്തില്ല. അപ്പോൾ എന്തായാലും സിനിമ അടുക്കും തോറും ഓരോ അപ്ഡേറ്റ്സ് അല്ലെങ്കിൽ ഓരോരോ പ്രശ്നങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ട്രെയിലർ ഇന്ന് വരും. ട്രെയിലർ കണ്ടിട്ട് ബാക്കി കാര്യങ്ങൾ നമുക്ക് പറയാം. അപ്പോൾ ഇപ്പോൾ വന്നിരിക്കുന്ന അപ്ഡേറ്റ് എന്തായാലും ഇന്ന് ട്രെയിലറിന് ശേഷം ഇന്നോ നാളെയോ ഒഫീഷ്യൽ അപ്ഡേറ്റ്, സെൻസറിങ് അപ്ഡേറ്റ് ഉറപ്പായിട്ടും ഉണ്ടാകും. അപ്പം എന്തായാലും 1 ലാസ്റ്റ് ടൈം ദളപതി ജനനായകൻ തൂക്കിയടി നടക്കട്ടെ. തൂക്കിയടി സംഭവിക്കും. ഇപ്പോൾ തന്നെ ഓൾറെഡി ബുക്കിങ്ങിലൊക്കെ തൂക്കിയടി സംഭവിച്ചു. അപ്പോൾ ഇതിങ്ങനെയൊക്കെയാണ് സംഭവങ്ങളൊക്കെ പോക്ക്. എന്തായാലും ജനനായകൻ്റെ അപ്ഡേറ്റ്സ് ഒക്കെ അറിയാൻ വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എല്ലാ അപ്ഡേറ്റ്സും നമ്മൾ ജനനായകൻ്റെ നല്ല എല്ലാ സിനിമയുടെ അപ്ഡേറ്റ് നമ്മൾ പറയേണ്ടതാണ്. അപ്പോൾ കൂടുതൽ വീഡിയോസൊക്കെ കാണാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.